തളിപ്പറമ്പ് നഗരസഭയിൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ LDF നൽകിയ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച CPM കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. T. ബാലകൃഷ്ണൻ, KM ചന്ദ്രബാബു എന്നിവരാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. ഓഗസ്റ്റ് 14-നാണ് കൗൺസിലർമാരായ T. ബാലകൃഷ്ണൻ, KM ചന്ദ്രബാബു എന്നിവർ ചേർന്ന് നഗരസഭാ ചെയർമാന് രേഖാമൂലം പ്രമേയം സമർപ്പിച്ചത്. എന്നാൽ പ്രമേയത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച നടന്ന കൗൺസിൽ യോഗം ആരംഭിച്ച വേളയിൽ ചെയർമാൻ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ചെയർമാന്റെ ഈ നിലപാട് ധിക്കാരപരവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. തുടർന്ന് യോഗം ബഹിഷ്കരിച്ച കൗൺസിലർമാർ നഗരസഭ ഓഫീസിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. 2026-27 വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി തളിപ്പറമ്പ് നഗരസഭയ്ക്ക് പുതിയ ബജറ്റിൽ 1,42 ലക്ഷം രൂപയായി കുറച്ചതാണ് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയതെന്നും സാധാരണഗതിയിൽ ഓരോ വാർഡിലും 10 മുതൽ 15 ലക്ഷം രൂപ വരെ വികസനത്തിന് അനുവദിക്കാറുള്ള സ്ഥാനത്ത് ഇത്തവണ കേവലം 4 ലക്ഷം രൂപയുടെ പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂവെന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കിയതായും LDF കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്രവിഹിതമടക്കമുള്ള മറ്റു ഫണ്ടുകൾ നിർദ്ദിഷ്ട പദ്ധതികൾക്ക് മാത്രമേ വിനിയോഗിക്കാൻ സാധിക്കൂ എന്നിരിക്കെ വെട്ടിക്കുറച്ച പ്ലാൻ ഫണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നതായിരുന്നു പ്രമേയത്തിലെ പ്രധാന ആവശ്യം. എന്നാൽ വിഷയത്തിൽ വാർഡ് സഭകളിലടക്കം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ശ്രമിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്നും നഗരസഭ പ്രതിപക്ഷ നേതാവ് T. ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യം തളിപ്പറമ്പ് നഗരസഭ നേരിടുന്നുണ്ട്. ഈ നേരിടുന്ന കാര്യം ഈ കൗൺസിലിന്റെ ഭാഗമായി ചർച്ച ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വെട്ടിക്കുറച്ചിട്ടുള്ള ഫണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ കൗൺസിൽ അനുമതി നൽകണമെന്നുള്ളതാണ് ആ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ഡിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആവശ്യം. ആ ഡിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആവശ്യം പരിഗണിക്കാൻ മുനിസിപ്പൽ ചെയർമാൻ തയ്യാറായില്ല. ആ പ്രമേയം ചർച്ചക്കെടുക്കാൻ പറ്റില്ല, അത് നിയമപരമായി അംഗീകരിക്കുന്നതല്ല എന്ന നിലയിൽ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു സമീപനമാണ് ചെയർമാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുല്ലായിക്കോടി ചന്ദ്രൻ, KM ലത്തീഫ്, MV രാഘവൻ തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.